ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമുക്ക് ഫുഡൊക്കെ കഴിച്ചു, ഡ്രസ് പാക്കിംഗ് ഒക്കെ തുടങ്ങിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്. ആലപ്പുഴയിലോട്ടാണ് വൺ ഡേ ട്രിപ്പ് പോകുന്നത് കേട്ടോ. ആലപ്പുഴ ബീച്ചിലാണ് നമ്മൾ പോകുന്നത്. ഞാനും അനിയത്തി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്നും ഒരുങ്ങിയതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കേണ്ടതാണ്. സോ നമ്മൾ അധികം ഒന്നും ഒരുങ്ങിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് മുടി വെട്ടി ഡ്രസ്സ് ഇട്ടു, അത്രയൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ, അപ്പം നമ്മളങ്ങനെ പോകാൻ ഇറങ്ങി. നമ്മൾ കാറിൽ കയറാൻ പോവാണ്. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. വെക്കേഷൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് കുട്ടികൾക്ക് 150 രൂപയും മുതിർന്നവർക്ക് 200 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ളവർക്കാണെങ്കിൽ ഫ്രീ ആണ്. അപ്പം നമ്മളിതാ ഇതിനകത്തേക്ക് കയറി. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വണ്ടർഫോൾസ് ആണ്. ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്യാം, എത്ര ടൈം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് നിൽക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനാണ് പോകുന്നത്. ആദ്യം നമ്മൾ ഇവിടെ കയറിയിട്ടാണ് ബാക്കിയുള്ളിടത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ചാമ്മയെ പിടിച്ചിരുത്തി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. ആക്ച്വലി ഇതൊരു നല്ല പ്ലേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഈ ചൂടത്ത് ഒത്തിരി ടൈം അതിനവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, നല്ലൊരു റിഫ്രഷിംഗ് ആണ് അവിടെ. എനിക്ക് എന്താ പറയുക, ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാട്ടർഫോൾസ് തന്നെയാണ്. എൻ്റെ മെയിൻ അട്രാക്ഷനും ഇത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഡ്രസ്സിങ് റൂം. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരവും കൂടെ അത് കണ്ടുകൊണ്ട് അവിടെയൊക്കെ നിന്നു. അതിനുശേഷം നമുക്കിനി അടുത്തൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതിനകത്തോടെ തന്നെയാണ് പോകുന്നത്. അടുത്തത് ഇങ്ങനൊരു ഏരിയ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ അല്ല വരേണ്ടത്, രാത്രിയിലാണ് വരുന്നത്. രാത്രിയിലാണ് ഇവിടെ ഫുൾ ലൈറ്റ് സെറ്റിങ്സ് ഉള്ളത്. വണ്ടർഫോൾസിലായാലും ഇവിടേക്ക് ആയാലും ലൈറ്റ് നല്ല ഭംഗിയായിട്ട് കാണണമെങ്കിൽ നമ്മൾ രാത്രി വരണം. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 2 മണി തൊട്ട് 10 മണി വരെയാണ്. അതിനുശേഷം നമ്മളൊരു ഫ്ലവർ ഗാർഡനിലേക്കാണ് വരുന്നത്. ഫ്ലവർ ഗാർഡൻ എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടെ എന്താ പറയുക, കൊന്നപ്പൂവിൻ്റെ കൂട്ടത്തെ പൂക്കൾ, പിന്നെ അങ്ങനെ പല വെറൈറ്റി പൂക്കൾ അവർ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ മാക്സിമം എല്ലാം വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി കളറിലുള്ള ഈ കണിക്കൊന്നകളുടെ ഒരു ഗുഹയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് വീണ്ടും നമ്മളൊരു ഫ്ലവർ ഗാർഡനിലേക്ക് തന്നെയാണ് ഇറങ്ങി ചെല്ലുന്നത്. അവിടെ നമുക്ക് പല തരത്തിലുള്ള എന്താ പറയുക, ഫ്ലവേഴ്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. എയ്റോപ്ലെയിൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പെൺകുട്ടിയുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ കുറേ ഹംസങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ. പിന്നെ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പാരറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെന്താണ്, ഗൊറില്ല ഉണ്ടായിരുന്നു. അത് ശരിക്കും അനങ്ങുമായിരുന്നു. അതിനകത്ത് ആളുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും സംസാരിക്കുന്ന ഗൊറില്ല ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ഇവിടെ ഓരോന്നൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംസാരിക്കുന്ന മുയലുണ്ടായിരുന്നു. മുയൽ എല്ലാവരുമായിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത്, പിന്നീട് നമ്മൾ കയറി ചെല്ലുന്ന ഒരു മാർക്കറ്റ് പോലുള്ള ഒരു പ്ലേസിലേക്കാണ്. അവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ കിട്ടും. ഡെസ്ക്, ചെയർ, ബെഡ്, അൽമാര, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇത്രയും മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മുടെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കമ്മൽ, മാല, അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു. ബുക്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഓച്ചറെ കാണുന്ന കൂട്ടത്തെ ഒരു സംഭവമാണുള്ളത്. തൊട്ടിയാട്ടം ഉണ്ടായിരുന്നു, ഡ്രാഗൺ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. VR, അങ്ങനെ പല പല ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബീച്ചിലേക്കാണ് വന്നത്. അവിടെ തൊട്ടടുത്ത ബീച്ചിൽ നമ്മൾ കുറച്ച് നേരം അവിടെ കളിച്ചൊക്കെ നിന്നു. ബീച്ചിൽ അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. നമ്മളങ്ങനെ രണ്ടാംകുറ്റി എത്തിയപ്പോഴത്തേക്ക് നമ്മൾ സയാം മന്തി കയറി മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സയാം മന്തിയിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ട് മന്തിക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ടുള്ള വീഡിയോസൊന്നും എടുത്തില്ല, കാരണം നമ്മൾ നല്ല ടയർഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.